വിവാഹ തീയതി വരെ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിവാഹം. ഇവരുടെ അപ്രതീക്ഷിതമായ വിവാഹ വാർത്തയറിഞ്ഞ് വീട്ടുകാരെ പോലെ തന്നെ ഞെട്ടിയിരിക്കുകയാണ് യൂട്യൂബ് ആരാധകര്. ആഹാ, എല്ലാരും ഞെട്ടിയോ? കുറച്ചാൾക്കാരെങ്കിലും ഞെട്ടാൻ ബാക്കിയുണ്ടോ? അവർ ഞെട്ടിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഉപ്പുമുളകും ലൈറ്റ്, വെറും ഉപ്പുമുളകല്ല, ഉപ്പുമുളകും ലൈറ്റിൻ്റെ വിഷയങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ സ്ഥിരം പ്രേക്ഷകരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അവരുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു സാധനം വരാനിരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഒരുവിധം എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആർക്കും അത് അവരുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ കമൻറ്റ് ബോക്സ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് അവർ വേണ്ട മെസ്സേജുകൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവരുടെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പൂരം ഒരാൾക്കും മനസ്സിലായില്ല. പക്ഷേ ആക്ച്വലി അങ്ങനത്തെ ഒരു സംഭവം വരാനുണ്ട് എന്നുള്ളത് ഒരുവിധം അവരുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വിഷയം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു ചെറിയൊരു വീഡിയോ ആദ്യം പ്ലേ ചെയ്ത് നമ്മുടെ കർമ്മ പരിപാടിയിൽ കിടക്കാം. പിന്നെ ഒരു കാര്യം, അത് തുടങ്ങുന്നതിന് മുന്നേ വളരെ ക്വിക്കായിട്ട് കാര്യം പറയട്ടെ. ഇതിന് മുന്നേ അവരുടെ വീട്ടിലൊരു അസുഖം റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഉണ്ടായില്ല. ആ അമ്മയ്ക്കൊരു അസുഖം വന്ന സമയത്ത് ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. എൻ്റെ പഴയ മെയിൻ ചാനലിൽ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ചാനലിൽ ആ ഫാമിലിനെ എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ചെയ്ത ഏക വ്ളോഗറായിരിക്കും. കാരണം ആ സമയത്തൊക്കെ അവർ അസുഖം മോശമാക്കി പറയുക എന്നുള്ള പല വ്ളോഗേഴ്സും പറയുന്ന സമയത്ത് നമ്മളവർ ജെന്യൂൻലി സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. അസുഖം വെച്ചിരുന്ന ഒരാൾ കളിക്കുന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ബൾബാണ്, അവരുടെ ബുദ്ധി റോക്കറ്റാണ്. നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ അവരവിടെ ചിന്തിക്കും. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ മുകളിൽ ചിന്തിക്കും. അത് അവർ മനസ്സിലാക്കുന്നില്ല. എന്താണെങ്കിലും നമുക്കിപ്പോൾ ആ പെൺകുട്ടി ഒളിച്ചോടി, ഈ ലോകത്തിൽ ഇവര് വിഷയം അറിയാലോ, മകൾ ഒളിച്ചോടിയിരുന്നല്ല, ഇവരറിയാണ്ട് പോയി കല്യാണം കഴിച്ചു. അതിൻ്റെ റീസണിലേക്ക് നമുക്ക് വരാട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള 1-2 റീസൺസ് ഉണ്ട്. ആ റീസണിലേക്ക് വരാം. ആദ്യമായിട്ടൊന്നല്ല ഒരാൾ കുട്ടികൾ പോയിട്ട് മാതാപിതാക്കൾ അറിയാതെ പോയി കല്യാണം കഴിക്കുന്നത്. അതല്ല വിഷയം. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പരമാവധി നമ്മളോട് പറ്റാവുന്ന കാര്യം സഹായിച്ച് ചെയ്യും. കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞു, ഇപ്പൊ ഈ വസ്തു നിങ്ങൾ വിൽക്കണം നേരം അവർക്ക് കൊടുത്തുകൂടെ, കുഞ്ഞിന് കൊടുത്തുകൂടെ. നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കുഞ്ഞിന് കൊടുക്കുക, ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഫുഡിന്റെ കാര്യമായാലും മണ്ഡപത്തെ ഒരുപാട് പേര് ഇതേമാതിരി മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിറ്റിട്ട് അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ജീവിച്ചിട്ടാണ് ആൾക്കാരൊക്കെ മുന്നോട്ട് പോകുന്നത്. വിഷയം അതൊന്നുമല്ല. എല്ലാവരും ഫാമിലി ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കുറച്ചെങ്കിലും നാണം മാനം, ഒരു തുള്ളിയെങ്കിലും ഉശിരുംപുളി, നാണം മാനം, ഉളുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പും. ഇവർ എന്താണ് എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, ഒരു കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഈ പെണ്ണ് ഒളിച്ചോടി പോയി അങ്ങനത്തെ സംഭവമല്ല, എന്തോ ആയിക്കോട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഒളിച്ചോടി പോകാത്ത ഒരുപാട് ഫാമിലീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് നേരെ ചൊവ്വയുള്ള ആൾക്കാരില്ല, പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അച്ഛനമ്മമാർ സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ. ഇവരുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാളുടെ ഒരു അവസ്ഥയും ഈ സ്ത്രീയുടെ അവസ്ഥയും, നിങ്ങൾ എന്തിനാണ് അതായത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിർത്തേണ്ട സാധനം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തണം. അല്ലെങ്കിൽ കണ്ട അണ്ടൻ ആൻഡ് അടകോടൻ, ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ്, വീട്ടിൽ വെക്കണം. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ കണ്ട അണ്ടൻ അടകോടനൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യും. മനസ്സിലായോ? ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കണം എല്ലാവരും. ഇനി 2-3 ദിവസം എല്ലാവർക്കും നിങ്ങൾ ചെയ്യുമ്പോഴേ നമുക്കൊരു കണ്ടന്റ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഇതുകൊണ്ട് നിങ്ങളെ ഫാമിലി അല്ല, നിങ്ങൾ ഇത്ര അച്ഛനും അമ്മയും കുറച്ച് മക്കളും ഇത് ജീവിക്കുക, നിങ്ങൾ കുടുംബക്കാർ ആരും ഇതില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ച് പോയിക്കോളൂ. പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ള നിങ്ങളെ മക്കൾ കല്യാണം കഴിച്ചിട്ടുള്ള അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. ആ മൂത്ത ചക്കര അവിടെ തന്നെയാണ് ഏകദേശം അവർ വീട്ടിലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഒരു കഥ അവനെ ഞാൻ പറയില്ല. അവൻ്റെ എന്താ പറയുക, ചാപ്റ്റർ ക്ലോസ് ചെയ്താണ്. രണ്ടാമത് കല്യാണം കഴിക്കണം. ആ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ അവരൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. അവർ ഇന്നലെ മുതൽ കാണുന്നുണ്ടായിരിക്കില്ലേ? അതിനൊരു വീട്ടുകാരില്ലേ? അയ്യയ്യയ്യയ്യേ, ഇത്ര ഇങ്ങനെയൊക്കെ മാനം കെട്ട് ജീവിക്കണോ? ഉള്ളത് കൊണ്ട് പോയാൽ പോരെ? ഞാൻ എപ്പോഴും പറയുന്ന സംഭവം ഉണ്ട് എൻ്റെ വീഡിയോയിൽ. ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് അവരിതാണ്, ഓൺ കോണ്ടന്റ് അവർ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലത്തെ വ്ളോഗേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്തിൽ എത്രയോ ഭേദമാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എന്നെപ്പോലുള്ള അണ്ടനാടകോടന്മാർ. അങ്ങനെ തന്നെ പറയാം. എത്രയോ ഭേദം. അറ്റ്ലീസ്റ്റ് ഇത് വിമർശിക്കുക എന്നുള്ള കണ്ടീഷനിൽ മാത്രമല്ല, പല ഇൻഫോർമേറ്റീവായിട്ടുള്ള സമൂഹത്തിൽ ചർച്ച നടക്കുന്നതായിട്ടുള്ള രീതിയിൽ ഒരുപാട് കോണ്ടന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ അവനവൻ്റെ അടുക്കളയിനുള്ളിൽ നിൽക്കുന്ന ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും പുറത്തുള്ള അയലോക്കക്കാർ പോലും അറിയണമെന്നല്ല.
നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ല, നിങ്ങൾക്ക് മകളെ കല്യാണം കഴിപ്പിക്കുക, ഒക്കെ പ്രശ്നങ്ങളില്ലാത്ത ഫാമിലീസ് ഒന്നും ഇല്ല. എല്ലാവരും ഫാമിലി ഉണ്ടാവും. ചിലപ്പോൾ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ആരെടുത്ത് ഇപ്പോൾ ബാങ്കിൽ ഫുൾ പൈസ എടുത്തിട്ട് കല്യാണം കഴിപ്പിച്ച് ഇതൊന്നും വിൽക്കാത്ത രീതിയിലൊന്നും കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനൊന്നും ആരാക്കും കഴിയില്ല. പക്ഷെ ഇതിങ്ങനെ കൊണ്ടുവന്ന അടുക്കളയിൽ ഭാര്യയും ഭർത്താവും വന്നിട്ട് അടുക്കളപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വിളമ്പേണ്ട ഒരു ദുരവസ്ഥയല്ല. നിങ്ങളൊരു ഉളുപ്പില്ലായ്മ ആലോചിച്ചൊക്കെ അവരുടെ ഇത് എന്താ. നിങ്ങൾ ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ പരിപാടി എന്താ പറയുക, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പരിപാടി മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ അതായത് ഇതിപ്പോൾ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് ആ പെണ്ണ് വേറൊരു ചെക്കൻ്റെ കൂടെ പോയി തിരക്കടില്ല. അതൊന്നും തിരക്കടില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് മേക്സ് മോർ സെൻസ്. അതൊന്നല്ല, അതേ പയ്യൻ്റെ കൂടെ പോയി. അതിൻ്റെ കാരണം എന്താ, അവരെവിടെയും പറയാതെ പറയുക. ഒരു 4-5 വീഡിയോ പറഞ്ഞു, കുഞ്ഞാന്നാണ് അവർ എഴുതിക്കുന്നത്, കുഞ്ഞന് അമ്മേനോട് പിണക്കം, അമ്മ കുഞ്ഞിനോട് പിണക്കം, അമ്മയോട് കുഞ്ഞൻ തെറ്റ്, അമ്മ പറഞ്ഞ് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കുഞ്ഞൻ പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, കുഞ്ഞിനും അമ്മയും പറഞ്ഞ അച്ഛനും ഇഷ്ടപ്പെട്ടില്ല, അതിനിടയ്ക്ക് കുണുങ്ങിയും വേറെ. എൻ്റെ അമ്മേ, ഇത് കാണാൻ 3.5-4 ലക്ഷം ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഏകദേശം 77 കമൻറ്റിൽ ഇവരുടെ കമൻറ്റ് ബോക്സസ് ഹാങ് ആണ്, സ്ട്രക്കാണ്. യൂട്യൂബ് സ്ട്രക്കാക്കിയതല്ല, അവർ സ്റ്റോപ്പ് ചെയ്തു. അവർക്കറിയാം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകം പച്ച പൊറാട്ട് നാടകം, സീരിയസ് ആയിട്ട് അതാണ് ഫീൽ ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയയാണ്, ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താ അറിയോ, വ്ളോഗ് ചെയ്യണം. എത്രയോ ആൾക്കാർ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുണ്ട്. അവരൊക്കെ എന്താണോ പുറത്തേക്ക് വിടേണ്ടത് അത് മാത്രം പുറത്തേക്ക് വിടുന്നത്. ഇത് എന്താണോ പുറത്തേക്ക് വിടാൻ പാടില്ലാത്ത അതാണ് വിടുക. എന്നുവെച്ചാൽ ഇതൊരു സ്ട്രാറ്റജിയാണ്. എന്താ പറയുക, സ്ട്രാറ്റജി, നല്ല സൂപ്പർ സ്ട്രാറ്റജി അല്ലേ. ചുളിവിൽ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കുക, അതിനുള്ളൊരു ഐഡിയ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഇനിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കും. ഇപ്പോൾ ഒന്നും ഉണ്ടില്ല. അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ വന്ന ആ സമയം മുതൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാലോ. ഇവർ ചെയ്യില്ല, ഇവർ മിണ്ടാതിരിക്കും. ഇവർക്ക് അറിയാം മാക്സിമം റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ റിയാക്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതൊരു കോൺട്രവേഴ്സിയാക്കി കണ്ടെത്തി ഇതിനൊരു സാധനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു വീഡിയോ കൊണ്ടുവരും. 2 പോസിബിലിറ്റി. ഒന്നുകിൽ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രശ്നം, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ, ആ സ്ഥലത്തിൻ്റെ പ്രശ്നം കൊണ്ടാണല്ലോ അങ്ങനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കരഞ്ഞുകൊണ്ട് ആ അമ്മച്ചി കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടും. മറ്റേ ചങ്ങായി ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കും. ഓ എൻ്റെ അമ്മോ, ആരും പറയാതിരിക്കാൻ പറ്റും. എങ്ങനെയൊന്നും ആയിക്കൂടാ മനുഷ്യന്മാർ. അല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റി, ഞങ്ങളുണ്ടായിരുന്നല്ലോ കല്യാണത്തിന്, ഞങ്ങളത് വീഡിയോ ഇടണ്ടെന്ന് വെച്ചിട്ടാണ്, ഞങ്ങൾ നിങ്ങൾക്കൊരു സസ്പെൻസ് തരാമെന്ന് വെച്ചിട്ടാണ്, ഞങ്ങൾ തമ്മിലൊരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അല്ലെങ്കിൽ മറ്റേ കുട്ടി രണ്ടാമത് പോയ കുഞ്ഞാന് പുതിയ യൂട്യൂബ് ചാനലും കാര്യങ്ങളും തുടങ്ങിയിട്ട് അതിലൊരു കോണ്ടന്റ് വേണം, അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അടുത്ത തട്ടിപ്പ്. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ചു നേരം അവർ യൂട്യൂബ് ഉണ്ട്, ഇത് കാണാനും ലക്ഷങ്ങൾ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ കണ്ടിരുന്നിട്ട് അത് കണ്ട് അവരെ വളർത്തി ക്ലിയർ ആക്കി വരുമ്പോൾ പിന്നെ അവർ രണ്ടാളും കൂടി വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് അവർ ഇതാക്കണോ, അമ്മയും അച്ഛനും കൂടി കുഞ്ഞാനാണ് അമ്മയും അച്ഛനും കൂടി കുഞ്ഞാനെ സ്വീകരിച്ചു. വല്ലാത്തൊരു കഥ. എന്റെ വീട്ടില് അമ്മയും മക്കളൊക്കെ ആകുമ്പോ പിണങ്ങും അതൊക്കെ സ്വാഭാവികം. ഞാൻ പറഞ്ഞു അമ്മയും മക്കളാകുമ്പോ പിണങ്ങും അതൊന്നും അയലോക്കത്ത് കയറിയിട്ട് പറയണ പോലെ, അയലോക്കത്ത് കയറി പറയണ പിന്നെ അതും കൂടി ചെയ്യില്ല ആൾക്കാർ. ആ സ്ഥാനത്ത് നാടൊട്ടൊക്കൊന്നും പറഞ്ഞ് ഇങ്ങനെ നടന്ന് നാറില്ല. അല്ല ഇവർക്കിത് മനസ്സിലാവണില്ലേ, ഒരു ഇങ്ങനെ നാറ്റക്കേസാണെന്നുള്ളത്. പൊന്നായിട്ട് പിണങ്ങാറുണ്ട്, കുഞ്ഞനായിട്ട് പിണങ്ങാറുണ്ട്, കുണക്കനായിട്ട് ഷെബിയായിട്ട് അനിയായിട്ടായിട്ട് ഒക്കെ ഞാൻ പിണങ്ങാറുണ്ട്. ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പിണങ്ങണവരൊക്കെ. ഒരു വീടല്ലേ, ചട്ടിങ്ങലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കുക സ്വാഭാവികമാണ്. ഇജാതി എറിഞ്ഞൊളിച്ചിട്ട് അങ്ങോട്ട് തട്ടിമുട്ടി പിളങ്ങളിങ്ങളിങ് ഒരു ചട്ടിങ്ങൽ, അതായത് പ്രീ പ്ലാൻഡ് ആയിട്ട് ഇതൊരു നാടകമാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ, ഇത് തിരക്കഥ ഭയങ്കര കേട്ടോ. കഥ തിരക്കഥ സംഭാഷണം വരുന്നേ ഉള്ളൂ. കഥ തിരക്കഥ സൂപ്പറാണ്. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കണം. അല്ലാണ്ട് ഇപ്പൊ ഞങ്ങള് മാതൃകാ കുടുംബമാണ്, തല്ലുകൂടില്ല. ഞങ്ങൾ എപ്പോഴും ചിരിച്ചോണ്ടാണ്, എപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, എപ്പോഴും ഉമ്മയിച്ചോണ്ടാ ഒന്നും ഞാൻ പറയാറില്ല. ഒന്ന് പറഞ്ഞ പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീട്ടിലാന്തിയുള്ള പിണക്കങ്ങളും. ഇപ്പൊ കുഞ്ഞിനെ ഞാനും കുറച്ച് സമയം ഞങ്ങൾ രണ്ടാളെ കണ്ടിട്ട് മിണ്ടിട്ടില്ല. ഇനി സമയമാകുമ്പോ മിണ്ടേണ്ട സമയം ഞങ്ങൾ മിണ്ടും, സ്വാഭാവികം. അതെല്ലാം സംഭവം അതാണ്. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മുണ്ടും അതുവരെ. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഇതുപോലുള്ള വ്ളോഗേഴ്സ് ചെയ്യണം. നിങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ പറഞ്ഞൊന്നുമില്ലോ, അല്ല ശരിക്കും ചെയ്യണം. ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുക്കുന്നു. നിങ്ങൾ ചെയ്യണം, അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ചെയ്യണം. മാക്സിമം മാറണം.
അതൊക്കെ എടുത്തിട്ട് നമ്മൾ സംസാരിക്കാൻ റെഡി കേട്ടോ, സംസാരിക്കാൻ റെഡിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം മാതിരി അയാളെന്നെ കുറിച്ച് പറഞ്ഞു ഇവരെന്നെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് ദയവ് ചെയ്ത് കരഞ്ഞിതാവാതിരിക്കുക. ആ അസുഖ സമയത്ത് ശരിയാണ്, നിങ്ങളുടെ ഭാഗത്തൊരു ഇതുണ്ടായിരുന്നു, ജെന്യൂൻ ആയിട്ടുണ്ടായിരുന്നു. അത് വെറുതെ അത് ഓരോ യൂട്യൂബർമാർ വളരെ മോശമാക്കി പറഞ്ഞതാണ്, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു കണക്കിനും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അടുത്തുള്ള പോലെ തന്നെയാണല്ലോ അടുപ്പ്. ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി, ഇതൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടേ, ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി. അത് വീണ് വായെന്ന് അതല്ല, അത് അയാളെ കയ്യിൽ നിന്ന് അയാളെ വായെന്ന് വീണത് പാളിപ്പോയി എന്ന് അമ്മച്ചിക്ക് മനസ്സിലായിട്ടോ. ഇത് ഒരു കുഞ്ഞിനെ കാണാനില്ലല്ലോ. ഓൾറെഡി കുഞ്ഞെ പണ്ടോട്ടേ വീഡിയോയിൽ നിൽക്കാത്ത പിന്നെ ഇപ്പൊ കുഞ്ഞിനെ കാണാനില്ല ഇത്രയും വിമർശിച്ച് ചോദിക്കുന്നത് സ്നേഹത്തോടെ ചോദിക്കുന്നവരോടും ഒക്കെ, അല്ലാണ്ട് നെഗറ്റീവിനായിട്ട് ചോദിക്കുന്നവരോടൊക്കെ നമുക്കറിയാം. അതിൽ ആരാ നെഗറ്റീവായിട്ട് ചോദിക്കുന്നത്? നെഗറ്റീവായിട്ട് ചോദിക്കുന്ന ഒരൊറ്റ കമൻറ്റ് പോലും ഞാനല്ല മഷിയിട്ട് ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് നോക്കിയിരുന്നു. ഇതിൽ ആരെങ്കിലും അങ്ങനെ നെഗറ്റീവായിട്ട് ചോദിക്കുന്നുണ്ടോ? ഒരാളും ചോദിക്കുന്നില്ല. കാരണം വെച്ചാൽ ആ നെഗറ്റീവായിട്ട് ചോദിക്കുന്ന കമൻറ്റ് ചോദിക്കാനിട്ടല്ല, ആ കമൻറ്റുകൾ കംപ്ലീറ്റ് ഇവർ മുക്കി. നെഗറ്റീവായിട്ട് ഞാൻ കുഞ്ഞിനെ പിണങ്ങാൻ അവളെ ഞാൻ വീഡിയോ എടുക്കാറില്ല, അത്രേ ഉള്ളൂ. ഇനി സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അമ്മയും മക്കളെ ഇപ്പൊ കുണിക്കായിട്ട് പിണങ്ങാറുണ്ട്, കുണിക്കാനായിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കാര്യത്തേക്ക് വരട്ടെ. ഇത് രണ്ട് രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇതിൽ പോകുന്നത്. അതായത് എവിടെ ഒരു കമൻറ്റ് വരുന്നത് അറിയോ? ആ പുതിയ കല്യാണം കഴിച്ച് കുഞ്ഞെന്ന് പറഞ്ഞ കുഞ്ഞൻ്റെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ കമൻസ് കാണുന്നത് രണ്ട് രീതിയിൽ. ഒന്ന്, ഇവർക്ക് കല്യാണ ചെലവ് താങ്ങാൻ പറ്റില്ല, ഓക്കെ, അതിന് സ്ഥലവും കാര്യങ്ങളും വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ചുളിവിൽ ഇതിനെ അങ്ങോട്ട് പോയിക്കോട്ടെ, അച്ഛനും അമ്മയും നമ്പർ ഇറക്കിയിട്ട് കല്യാണം ഇപ്പം നടത്തി. ഇനി കുട്ടിക്ക് 19 വയസ്സൊക്കെ ഉള്ളൂ പോകുന്നുണ്ട്, കുറേ പ്രായമൊക്കെ കൂടിയിട്ട് കല്യാണം കഴിയാണ്ട് നിൽക്കണേ തിരക്കില്ല. ഇത് ഞാൻ വായിച്ചാട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അത് ഒരു പോസിബിലിറ്റി. അപ്പോൾ അമ്മ സമ്മതിക്കുന്നില്ല, കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, കല്യാണം കഴിക്കുന്നു. ഇതോടുകൂടി കോൺട്രവേഴ്സി ഉണ്ടാക്കണം. കാരണം കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ള ഇവരുടെ ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നൊരു സംഭവമാണ് ഇതുപോലത്തെ കോൺട്രവേഴ്സി. കുട്ടികളൊക്കെ ഇത് കണ്ടിട്ട് വളരെ ആലോചിച്ച് നോക്കുക അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാളെ നിങ്ങൾക്ക് എടുത്തു നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഇവർ എടുത്തു നോക്കിക്കോട്ടെ. എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ല, പറയാതിരിക്കാൻ വയ്യ. നമ്മളൊന്നും ഒരാളുടെയും വീട്ടിൽ വന്നിട്ട് ഒരു സംഭവം ചുരണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടേ നാറിന് കാണുന്ന സമയത്ത് ഒരാൾ മര്യാദയ്ക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതുപോലെ കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വളർന്നിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? ഇതുകൊണ്ട് പിന്നെ ആൾക്കാർ ഇതിൽ കമൻറ്റ് പറയണം എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് മേക്കപ്പും സാരിയും ഡ്രസ്സും ഷർട്ടും ഒക്കെ ഇട്ട് നടന്നിട്ട് മാനം ഇത് ഇല്ലാണ്ട് നടന്നിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ആൾക്കാർ കമൻസിൽ ചോദിക്കുന്നത്. എത്ര കമൻറ്റ് കിടക്കുന്നുണ്ട് അറിയും. എന്തായാലും വല്ലാത്ത ഒരു ഉപ്പും മിളകും പറയാതിരിക്കാൻ വയ്യ.